ബി.ജെ.പി. സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറും. 2019 മികച്ച പ്രകടനവുമായി എൻ.ഡി.എയുടെ അപ്രമാദിത്വം തുടരും. ഇതായിരുന്നു 3 ദിവസം മുമ്പ് വരെ പുറത്തുവന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. തൊട്ടു പിന്നാലെ മോദിയുടെ നന്ദി പറച്ചിൽ. എന്നാൽ വമ്പൻ ഡാറ്റാബേസ് പിന്തുണയോടെ 1 മാസം നീണ്ട 7-ഘട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ശേഖരിച്ചതായി അവകാശപ്പെട്ട കണക്കുകളെല്ലാം തെറ്റിയിരിക്കുന്നു ഇത്തവണ. സി വോട്ടർ, ആക്സസ് മൈ ഇന്ത്യ, ന്യൂസ് 24 സർവേ ഫലങ്ങൾ മിന്നുന്ന ബി.ജെ.പി. വിജയമാണ് പ്രവചിച്ചത്. 350 മുതൽ 370 വരെ സീറ്റ് ശരാശരി കണക്കാക്കി പ്രവചിക്കപ്പെട്ടപ്പോൾ 400 സീറ്റ് വരെ നേടാമെന്ന് പ്രവചിച്ചത് 3 സർവേകളാണ്. ആക്സസ് മൈ ഇന്ത്യ, ഇന്ത്യ TV, CNN, ന്യൂസ് 24. എൻ.ഡി.എ മുന്നണി 415 സീറ്റ് വരെ നേട്ടത്തിലെത്തിയേക്കാമെന്ന് പോലും പ്രവചിക്കപ്പെട്ടു. ഇന്ത്യ മുന്നണി 140 സീറ്റ് പരമാവധി എത്തിയ എക്സിറ്റ് പോൾ സർവേകൾ. പ്രതിപക്ഷ ഐക്യത്തിന് ജനങ്ങളിലേക്ക് എത്താനായില്ലെന്നും വിധിയെഴുതി. എന്നാൽ അന്തിമ വിധി ജനത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന ട്രെൻഡ് വോട്ടെടുപ്പിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ലീഡ് നില പുറത്തുവന്ന ഘട്ടം മുതൽ വ്യക്തമായി മത്സരത്തിലായിരുന്നു പ്രതിപക്ഷം. 300 മുകളിൽ എൻ.ഡി.എ ലീഡ് പോയപ്പോൾ പോലും തൊട്ടു പിന്നിൽ 15 മുതൽ 35 സീറ്റ് വരെ വ്യത്യാസത്തിൽ ഇന്ത്യ സഖ്യമുണ്ടായി. യു.പിയിലും ഹരിയാനയിലും ബി.ജെ.പി. കുതിക്കുമെന്ന പ്രവചനവും പിഴച്ചു. എസ്.പി. സ്ഥാനാർത്ഥികളുടെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ അയോധ്യ ഉൾപ്പെട്ട ഫെസാബാദിൽ വരെ ബി.ജെ.പിക്ക് അടിതെറ്റി. ലീഡ് നിലയിൽ പലപ്പോഴും എസ്.പി. കോൺഗ്രസ് സഖ്യത്തിന് പിന്നിലായി ബി.ജെ.പി. വിന്നിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന മഹാരാഷ്ട്രയിലും നിരാശയാണ് അവർക്ക് ഫലം. കൂറുമാറിയെത്തിയ അജിത് പവാറിനും ശിവസേന ഷിൻഡെ വിഭാഗത്തിനും മാത്രം നിരാശ ബാക്കി. നക്ലി അഥവാ വ്യാജമെന്ന് പ്രധാനമന്ത്രി വിളിച്ച ഉദ്ധവ് വിഭാഗം ലീഡ് പട്ടികയിൽ മുന്നിൽ എന്നതിനോളം തിരിച്ചടി ബി.ജെ.പിക്ക് വേറെയില്ല. പ്രാദേശിക പാർട്ടികളെ വിലയിരുത്തിയതിലും പിഴച്ചു. തമിഴ്നാട്ടിൽ ബി.ജെ.പി. മുന്നേറ്റം സ്റ്റാലിൻ തടഞ്ഞു. ആകെ 39 സീറ്റുകളിൽ 35 മുകളിൽ ലീഡ് താഴാതെ പിടിച്ചു നിർത്തി സ്റ്റാലിൻ്റെ DMK. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനടക്കം അടിതെറ്റിയ ഫലത്തിൽ സഖ്യകക്ഷികളുടെ ഒറ്റ സീറ്റ് ലീഡാണ് ബി.ജെ.പിയുടെ ആകെ നേട്ടം. ബംഗാളിലെ മോദി തരംഗം പേരിന് മാത്രമായി. എക്സിറ്റ് പോൾ പ്രവചനമനുസരിച്ച് 20-നും 25-നും ഇടയിൽ ബംഗാളിൽ സീറ്റാണ് ബി.ജെ.പിക്ക് പ്രവചിക്കപ്പെട്ടത്. എന്നാൽ ലീഡ് 10 സീറ്റിൽ മാത്രം. 2019 നേടിയ 18ലേക്ക് എത്തിപ്പിടിക്കാനായില്ല. 2009-ലും 2014-ലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അപ്പാടെ പിഴച്ചിരുന്നു. ഇത്തവണയും ആ പിഴവ് ആവർത്തിച്ചു. പ്രവചിക്കാനാകാതെ പോയി ചിലതും സംഭവിച്ചു ഇത്തവണ. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിലായ അത്യസാധാരണ കാഴ്ചയാണ് അതിലൊന്ന്. വോട്ടെണ്ണൽ ആരംഭിച്ച് 3-ാം മണിക്കൂറിലാണ് മണ്ഡലത്തിൽ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലെത്താൻ മോദിക്കായത്. റായ്ബറേലിയിലും വയനാട്ടിലും ഒന്നിച്ചു മുന്നേറിയ രാഹുലും എക്സിറ്റ് പോൾ ഫലങ്ങളെ കുഴിച്ചുമൂടി. കേരളത്തിൽ പക്ഷേ പ്രവചനങ്ങൾ ജനവിധിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. തൃശൂർ സുരേഷ് ഗോപി എടുത്തതും മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയിട്ടും ഇടതുപക്ഷത്തിന് കനൽ ഒരു തരി മാത്രമായതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.